അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത്, ഇതിനെങ്ങനെയാണ് BJP നോക്കിക്കാണുന്നത്? ഇത് CPM-ന്റെ ഉന്നത നേതൃത്വം അറിഞ്ഞുകൊണ്ട് ബോംബ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ആ ബോംബ് നിർമ്മാണത്തിന്റെ ഇടയിൽ പൊട്ടിത്തെറിച്ച് ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് നേരത്തെ DYFIയുടെ പ്രതിനിധി പറഞ്ഞതുപോലെ അത്ര ലാഘവമായിട്ട് കാണാൻ സാധിക്കില്ല. രണ്ട് ഗാംഗുകൾ തമ്മിലുള്ള ഒരു ഒരു കിടമത്സരത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു ബോംബ് നിർമ്മാണം, അതിനിടയിൽ ഒരു പൊട്ടിത്തെറി. അങ്ങനെ പൊട്ടിത്തെറിച്ചപ്പോൾ DYFIയുടെയും CPM-ന്റെയും അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർ അറിഞ്ഞുകൊണ്ട് അവിടെ എത്തി അവരെ രക്ഷിക്കാൻ വേണ്ടി നോക്കി. അവരുടെ വീട്ടിൽ പോയത് മനുഷ്യത്വപരമായിട്ടുള്ള കാര്യമെന്ന് നമുക്ക് ആർക്കും അംഗീകരിക്കാൻ സാധ്യമല്ല. അത് സത്യത്തിന് വിരുദ്ധവുമാണ്. ഇത് വ്യക്തമായിട്ട് CPM കേരളത്തിൽ നടപ്പിലാക്കുന്ന, പ്രത്യേകിച്ച് കണ്ണൂരിൽ നടപ്പിലാക്കുന്ന ബോംബ് രാഷ്ട്രീയം, ബോംബ് നിർമ്മാണം, അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ. അതല്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും, CPM-നെ അറിയുന്ന ആർക്കെങ്കിലും അംഗീകരിക്കാൻ കഴിയുമോ ഇപ്പൊ ഉന്നയിക്കുന്ന ഈ ന്യായവാദങ്ങൾ? ഇപ്പൊ ഉന്നയിക്കുന്ന ഈ കാര്യങ്ങളൊന്നും തന്നെ ആർക്കും അംഗീകരിക്കാൻ സാധ്യമല്ല. ഇപ്പൊ പറയുന്നത് CPM-ന്റെ നേതാക്കന്മാരെ ആക്രമിച്ച ഒരു ഗൂണ്ടകളാണ് ഇവരൊക്കെ എന്നുള്ളതാണ്. CPM-ന്റെ നേതാക്കന്മാരെ ആക്രമിച്ച ആൾക്കാർ ബോംബ് സ്ഫോടനത്തിൽ മരിച്ചാൽ അല്ലെങ്കിൽ പരിക്കേറ്റാൽ അവരെ രക്ഷിക്കുന്നവരാണോ CPM-കാരും DYFI? ശ്രീകാന്ത്, അവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ 3 തലങ്ങളിൽ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഷെറിൽ എന്ന ആളാണല്ലോ മരിച്ചിട്ടുള്ളത്. അയാൾ വീട്ടിൽ പോലും പോകാറില്ല എന്നും താനും പാർട്ടിക്കാരും അയാളെ തിരുത്താൻ നിരവധി തവണ ശ്രമിച്ചിരുന്നു എന്നും, ഷെറിലിൻ്റെ മരണത്തിന് ശേഷം അയാളുടെ പിതാവ് അയാളുടെ പിതാവ് ബ്രാഞ്ച് കമ്മിറ്റി അംഗമാണ്, അയാൾ പറയുന്നു. അപ്പോൾ സ്വന്തം മകനെ അങ്ങനെ സാധാരണഗതിയിൽ തള്ളി പറയുമോ? ഒന്ന്. രണ്ട്, നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ VK സനോജ് പറഞ്ഞ പോലെ ലീല എന്ന സഖാവിൻ്റെ വീട് ആക്രമിച്ച കേസ്, 2 CPM പ്രവർത്തകരെ ആക്രമിച്ച കേസിലെ പ്രതി എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ തരത്തിലുള്ള പ്രതികരണങ്ങളും ഒരേ പോയിന്റിലാണ് എത്തുന്നത്. ഒരേ പോയിന്റിലല്ല. ഏത് ഒരേ പോയിന്റ്? ഒരേ പോയിന്റ് എന്ന് പറയുന്നത് ഇവരൊക്കെ CPM ആണെന്നും ഈ CPM-ന്റെ ആൾക്കാർ വലിയ രീതിയിൽ ഇവിടെ ഭീകരവാദ പ്രവർത്തനം അല്ലെങ്കിൽ ഗുണ്ടായിസം നടത്തുന്നു എന്നുള്ള ഒരു പോയിന്റ് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. ഈ മരിച്ച ആൾക്കാരൊക്കെ, അല്ലെങ്കിൽ മരിച്ച ആളും അതുപോലെ തന്നെ അതിൽ പരിക്കേറ്റ ആളും ബോംബ് നിർമ്മാണത്തിൽ ഉൾപ്പെട്ട ആൾക്കാരൊക്കെ ഗുണ്ടകളാണെന്നുള്ളത് ഇപ്പൊ പോലീസ് പറയുന്നത് ശരിയാണെങ്കിൽ, നമ്മൾ അതിനൊക്കെ അംഗീകരിക്കുകയാണെങ്കിൽ തന്നെ 2 ഗാങ്സ്റ്ററുകൾ തമ്മിലുള്ള ഒരു പ്രശ്നമാണെങ്കിൽ ഈ നാട്ടിലെ ക്രമസമാധാന നില പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടതായിട്ടല്ലേ നമുക്ക് കാണാൻ പറ്റുന്നത്. VK സനോജ് പറയായിരുന്നു ഒരു കല്യാണ വീട്ടിലേക്ക് ബോംബെറിഞ്ഞ് ഒരാൾക്ക് പരിക്കേറ്റത് നമ്മൾ ഈ അടുത്ത ദിവസമല്ലേ കണ്ടതെന്ന്. ഞാൻ ചോദിക്കുന്നത് ഇവിടത്തെ ഭരണം, ഇവിടത്തെ ക്രമസമാധാനം, ആ ക്രമസമാധാനം പാലിക്കേണ്ട ഉത്തരവാദിത്വം ആഭ്യന്തര വകുപ്പിനും സംസ്ഥാന സർക്കാരിനും പോലീസിനും അല്ലേ? അപ്പൊ ഈ ആഭ്യന്തര വകുപ്പും പോലീസും ഭരണ സംവിധാനവും പൂർണ്ണമായിട്ട് പരാജയമല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനും അതിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിക്കല്ലേ? ഒരു നാട്ടിൽ ബോംബ് നിർമ്മിക്കുന്നു, ഇത് ചെറിയ പടക്കമൊന്നും അല്ല. ബോംബ് ഇത്രയും സാമഗ്രികൾ എവിടെ നിന്നാണ് കിട്ടുന്നത്? ആരാണ് ഇവർക്ക് പരിശീലനം കൊടുക്കുന്നത് എന്നതിനെ സംബന്ധിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തണ്ടേ? ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടും കേരളത്തിലെ പോലീസ് ഉറങ്ങിക്കിടക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? രഹസ്യാന്വേഷണം പൂർണ്ണമായിട്ട് പരാജയമെന്നല്ലേ? രഹസ്യാന്വേഷണവും പോലീസ് സംവിധാനവും പരാജയം എന്ന് പറഞ്ഞാൽ ഇവിടത്തെ ഭരണത്തിന്റെ പരാജയമാണ്. ആ ഭരണത്തിന്റെ പരാജയത്തിലേക്കാണ് ഇതിപ്പോ ചൂണ്ടിക്കാണിക്കുന്നത്. Debate with MV Nikesh Kumar.